Today our topic is unitary air conditioning systems. യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി മാനുഫാക്ചർഡ് ആയിട്ടുള്ള ഒരു അസംബിൾഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വിൻഡോ എ സി ആയിക്കോട്ടെ, സ്പ്ലിറ്റ് എ സി ആയിക്കോട്ടെ, അതൊക്കെ ഫാക്ടറി അസംബിൾഡ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ റൂമിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ കണ്ടീഷൻ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ഫാക്ടറി അസംബിൾഡ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് 4 ടൈപ്പ് ഉണ്ട്. വിൻഡോ ഓർ റൂം എയർ കണ്ടീഷണർ, അത് നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തിരുന്നു. സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ, പാക്കേജ് യൂണിറ്റ് വിത്ത് എ റിമോട്ട് കണ്ടൻസിങ് യൂണിറ്റ്, ദെൻ വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റ്സ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ചിലതായ വിൻഡോ ടൈപ്പും അതുപോലെ തന്നെ വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റ്സും നമ്മൾ മൊഡ്യൂൾ 5 കണ്ടിരുന്നു. ഫസ്റ്റ് വൺ വിൻഡോ എ സി. വിൻഡോ എ സി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു ഫുൾ പായ്ക്കാണ്. ഇതിനകത്ത് വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂളിംഗ് കോയിലാണ് ഉള്ളത്. ആ കൂളിംഗ് കോയിൽ കൂടെ നമ്മൾ എയർ ഫ്ലോ ചെയ്ത് എയർ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് വരുന്നു. അപ്പോൾ ഈ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഫുൾ സിസ്റ്റം ഈ ഒരൊറ്റ ബോക്സിനകത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് വിൻഡോ എ സിക്കകത്ത് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു വിൻഡോ പോർഷൻ. അപ്പോൾ ആ വിൻഡോ പോർഷനിലായിട്ട് നമ്മൾ ഈ ഒരു ഫുൾ ബോക്സ് സെറ്റ് ചെയ്യുന്നു. ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ ബോക്സിനകത്ത് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ബോക്സിലായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ ഒരു ഫുൾ സിസ്റ്റമായിരിക്കും നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും വിൻഡോ പോർഷനിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ അത്രയും പോർഷൻസ് റൂമിൻ്റെ വാളിലെ അത്രയും പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെയായിട്ടായിരിക്കും ഇത് ഫിക്സ് ചെയ്യുക. ഇനി ഇത് ഈ ഒരൊറ്റ ബോക്സ് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഒരു പാർട്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു സൈഡിൽ ഒരു പാർട്ടീഷനിൽ ഇവാപ്പറേറ്റർ കോയിൽ, ബ്ലോവർ അടങ്ങുന്ന അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉള്ളത്. അതുപോലെ അടുത്ത ഒരു പാർട്ടീഷനിൽ അല്ലെങ്കിൽ അടുത്ത ഒരു പോർഷനിലുള്ളത് കണ്ടൻസർ കോയിൽ, കംപ്രസർ, ഫാൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൽ ഇവാപ്പറേറ്റർ കോയിലും ബ്ലോവറും അടങ്ങുന്ന ആ ഒരു ക്യാബിൻ, ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് റൂമിനകത്തായിട്ടും, ഇനി കണ്ടൻസറും അതുപോലെ കംപ്രസറും അടങ്ങുന്ന പോർഷൻ റൂമിന് പുറത്ത് വരുന്ന രീതിയിലുമാണ് ഈ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് ഒരൊറ്റ ബോക്സാണ്. ഞാൻ ഡയഗ്രം വരയ്ക്കാം. ഇതൊരൊറ്റ ബോക്സാണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ വാളെന്ന് കരുതുക. ഇതാണ് നമ്മുടെ റൂമിൻ്റെ വാള്. അപ്പോൾ ഈ ബോക്സിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെയാണ് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ ഉള്ളതെന്ന് കരുതുക. ഇവിടെയാണ് കണ്ടൻസർ കോയിൽ ഉള്ളതെന്ന് കരുതുക. അപ്പോൾ കണ്ടൻസർ കോയിൽ അടങ്ങുന്ന ആ ഒരു പോർഷൻ, ഈ പാർട്ടീഷൻ്റെ ആ ഒരു പോർഷൻ പുറത്ത് വരുന്ന രീതിയിലും, കാരണം എന്തുകൊണ്ടാണ്? കണ്ടൻസറിൽ നമുക്ക് ആ ഒരു കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ആവശ്യത്തിന് ഔട്ട്സൈഡ് എയർ ആ കണ്ടൻസറിൽ കൂടെ ഫ്ലോ ചെയ്ത് പോകണം. സോ അതിനുള്ള പ്രൊവിഷൻ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പോർഷൻ, ഈ ഒരു പാർട്ടീഷൻ ചെയ്ത പോർഷൻ റൂമിന് വെളി വരുന്ന രീതിയിലും, അതുപോലെ ഇവാപ്പറേറ്റർ കോയിലും ബ്ലോവറും അടങ്ങുന്ന പോർഷൻ റൂമിനകത്ത് വരുന്ന രീതിയിലുമാണ് ഇത് നമ്മൾ ഭിത്തിയിലായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ദെൻ ഈ കാണുന്നതാണ് ഫുൾ വിൻഡോ എ സി സെറ്റപ്പ്, അല്ലെങ്കിൽ റൂം എയർ കണ്ടീഷൻ എന്ന് പറയും. ഇത് കപ്പാസിറ്റി കുറഞ്ഞ സിസ്റ്റം ആയിരിക്കും. ദെൻ ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക്. നമ്മൾ പറഞ്ഞ പോലെ ഇവാപ്പറേറ്റർ കോയിലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ കണ്ടൻസർ കോയിലുണ്ട്. ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇവാപ്പറേറ്റർ കോയിലൂടെ എയർ ഫ്ലോ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലോവറാണ്. കണ്ടൻസർ കോയിലൂടെയും എയർ ഫ്ലോ ചെയ്യണം, കാരണം ഫോഴ്സ്ഡ് കൺവെക്ഷനിലൂടെ എയർ ഫ്ലോ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഫാനാണ്. സോ ഈ ഇവാപ്പറേറ്ററിൻ്റെ സൈഡിലുള്ള ബ്ലോവറിൻ്റെയും അതുപോലെ തന്നെ കണ്ടൻസറിൻ്റെ സൈഡിലുള്ള ഫാനിനെയും കിടക്കുന്നത് ഒരൊറ്റ മോട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഈ ഒരൊറ്റ മോട്ടറാണ് ഈ രണ്ട് ബ്ലോവറിനെയും ഫാനിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മോട്ടറായിരിക്കും ഈ ബ്ലോവറിനും ഫാനിനും പവർ കൊടുക്കുന്നത്. ഓക്കെ, ഫാൻ എന്ത് ചെയ്യുന്നു? കണ്ടൻസർ കോയിൽ പുറത്തൂടെ എയറിനെ ഫ്ലോ ചെയ്ത് ആ കണ്ടൻസറിൽ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ മൂലം കണ്ടൻസേഷൻ പ്രോസസ്സ് നടത്തുന്നു. ഈ ബ്ലോവർ എന്ത് ചെയ്യുന്നു? റൂം എയറിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാപ്പറേറ്റർ കോയിൽ പുറത്തൂടെ സർക്കുലേറ്റ് ചെയ്ത് എയറിനെ കണ്ടീഷൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ എയറിൻ്റെ ഒരു മോഷൻ ഉണ്ടാകാൻ, ഒരു ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബ്ലോവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ ഇവാപ്പറേറ്ററും ബ്ലോവറും അടങ്ങുന്ന ആ പോർഷൻ ഈ റൂമിനകത്താണ്. അതോടൊപ്പം തന്നെ ക്യാപ്പിലറി ട്യൂബും
ഈ റൂമിനകത്തായിട്ടായിരിക്കും വരിക. ദെൻ ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് കംപ്രസർ, അതുപോലെ തന്നെ കണ്ടൻസർ, അതിനുവേണ്ടിയുള്ള ഫാന്, ഇതെല്ലാം ഔട്ട് സൈഡിലായിട്ടായിരിക്കും വരിക. ഇതാണ് റൂം ഓർ വിൻഡോ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം സെയിം ഡയഗ്രമാണ്. അപ്പോൾ ആ ക്യാബിൻ നമ്മൾ നേരത്തെ കണ്ടു. ഈ ക്യാബിൻ, ഈ ഫുൾ ബോക്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാബിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. അതിൽ ഇവാപ്പറേറ്റർ കോയിലുള്ള പോർഷനായിരിക്കും നമ്മൾ റൂമിനകത്ത് ഇൻസൈഡായിട്ട് വെക്കുക, ബാക്കിയുള്ള പോർഷനെ നമ്മൾ ഔട്ട് സൈഡായിട്ടായിരിക്കും വെക്കുക. Then all the components, namely compressor, condenser, expansion valve and evaporator are enclosed in a single casing. അപ്പോൾ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കേസിങ്ങിലാണ് ഉള്ളത്. ഇനി ആ കേസിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദ യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് യൂസിങ് പാർട്ടീഷൻ, ദ ഇൻഡോർ പാർട്ട് ആൻഡ് ഔട്ട്ഡോർ പാർട്ട്. അപ്പോൾ ഈ ഒരൊറ്റ ക്യാബിനെ ഒരൊറ്റ പാർട്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡോർ പാർട്ട്, ഔട്ട്ഡോർ പാർട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു. ഇൻഡോർ പാർട്ട് എന്ന് പറയുന്നത് റൂമിനകത്ത് വരണം, ഔട്ട്ഡോർ പാർട്ട് എന്ന് പറയുന്നത് റൂമിന് പുറത്ത് വരണം. ദെൻ വിൻഡോ എയർ കണ്ടീഷണർ ഈസ് മൗണ്ടഡ് ഓൺ വിൻഡോസ് ഓർ വാൾസ് സച്ച് ദാറ്റ് ദ ഇൻഡോർ പാർട്ട് ഈസ് ഇൻസൈഡ് ദ റൂം ആൻഡ് ദ ഔട്ട്ഡോർ പാർട്ട് ഈസ് ഔട്ട്സൈഡ്. നമ്മൾ പറഞ്ഞ പോലെ the indoor unit consists of a filter, evaporator, blower and an expansion valve. അപ്പോൾ ആ റൂമിനകത്തുള്ള ആ ഇൻഡോർ പോർഷൻ, അതിനകത്ത് എയർ ഫിൽറ്റർ ഉണ്ടാകും, അതുപോലെ ഇവാപ്പറേറ്റർ ഉണ്ടാകും, ബ്ലോവർ ഉണ്ടാകും, എക്സ്പാൻഷൻ വാൽവ് ഉണ്ടാകും. ഓക്കെ, സെയിം അറേഞ്ച്മെൻ്റ് ആണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. റൂം എയർ കണ്ടീഷണർ ഇതാണ് കണ്ടൻസർ കോയിൽ, ഇതാണ് ഇവാപ്പറേറ്റർ കോയിൽ. ഇവാപ്പറേറ്റർ കോയിലിനോട് ചേർന്ന് ബ്ലോവർ ഉണ്ടാകും, കണ്ടൻസർ കോയിലോട് ചേർന്ന് ഒരു കണ്ടൻസറിന് വേണ്ടിയുള്ള ഫാനും ഉണ്ടാകും. ദ ഔട്ട്ഡോർ പാർട്ട് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ റൂം കൺസിസ്റ്റ് ഓഫ് എ കംപ്രസർ, കണ്ടൻസർ ആൻഡ് ഫാൻ. അപ്പോൾ ഔട്ട്ഡോർ പാർട്ടിൽ ആരൊക്കെയുള്ള കണ്ടൻസറുണ്ട്, ദെൻ ഫാനുണ്ട്, ദെൻ കംപ്രസറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് യൂണിറ്റ് ഹാസ് എ ഡബിൾ ഷാഫ്റ്റ് ഫാൻ മോട്ടർ വിത്ത് ഫാൻസ് ഓൺ മൗണ്ടഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ മോട്ടർ. അതായത് ഇവിടെ ഒരു ഒറ്റ മോട്ടറുണ്ട്. ആ മോട്ടർ അതിൻ്റെ ഒരെൻഡ് കണ്ടൻസർ ഫാനിലേക്കും ഒരെൻഡ് എന്ന് പറയുന്നത് ഇവാപ്പറേറ്റർ ബ്ലോവറിലേക്കും കണക്ട് ചെയ്യുന്നു. അതായത് ഒരൊറ്റ മോട്ടറാണ് ബ്ലോവറിനും ഫാനും പവർ കൊടുക്കുന്നത്. ദെൻ ദി ഇവാപ്പറേറ്റർ സൈഡ് ഈസ് ലൊക്കേറ്റഡ് ഫേസിങ് ദ റൂം ഫോർ കൂളിംഗ് ആൻഡ് ദ കണ്ടൻസർ സൈഡ് ഔട്ട്ഡോർ ഫോർ ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിലിരിക്കുന്ന പോർഷൻ റൂമിനകത്ത് ഇരിക്കും, കാരണം റൂമിനെയാണ് കൂൾ ചെയ്യേണ്ടത്. കണ്ടൻസർ എന്ന് പറയുമ്പോൾ പുറത്തായിരിക്കും, കാരണം എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടൻസർ കോയിലിനകത്തുള്ള റെഫ്രിജറൻറ്റിനെ കണ്ടൻസ് ചെയ്യിപ്പിക്കണം. ഇനി ഈ രണ്ട് ക്യാബിനും, അതായത് ഇവാപ്പറേറ്റർ കോയിൽ അടങ്ങുന്ന ക്യാബിനും കണ്ടൻസർ കോയിൽ അടങ്ങുന്ന ക്യാബിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇൻസുലേറ്റഡ് പാർട്ടീഷൻ സെപ്പറേറ്റിംഗ് ദ ടു സൈഡ്സ് വിത്തിൻ ദ സെയിം കേസിങ്. അതായത് ഒരൊറ്റ കേസിങ്ങിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു, ഒരു ഇൻസുലേറ്റഡ് പാർട്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട്. ദെൻ ദ ബ്ലോവർ സക്സ് ദ വാം എയർ ഫ്രം ദ റൂം ത്രൂ ദ എയർ ഫിൽറ്റർ ആൻഡ് ഡെലിവേഴ്സ് ദ കൂൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫൈഡ് എയർ ബാക്ക് ഇൻ ടു ദ റൂം ത്രൂ സപ്ലൈ എയർ ഗ്രിൽ. അപ്പോൾ റൂമിൽ നിന്ന് വാം എയറിനെ എടുക്കുന്നു, ദെൻ അതിനെ കണ്ടീഷൻ ചെയ്യുന്നു, ദെൻ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്തതാണ് സ്പ്ലിറ്റ് എ സി. സ്പ്ലിറ്റ് എ സിയിൽ ആ പേര് പോലെ തന്നെ രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. റൂം എയർ കണ്ടീഷനിൽ അല്ലെങ്കിൽ വിൻഡോ എ സിയിൽ നമ്മൾ കണ്ടു ഒരൊറ്റ ക്യാബിനകത്താണ് ആ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഇവാപ്പറേറ്റർ കോയിലും ബ്ലോവറും ക്യാപിലറിറ്റും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഇൻഡോർ പോർഷൻ എന്ന് പറയുന്നത് റൂമിനകത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന കണ്ടൻസർ, കംപ്രസർ, ദെൻ കണ്ടൻസറിന് വേണ്ടിയുള്ള ഫാൻ അടങ്ങുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ക്യാബിനിൽ റൂമിന് പുറത്ത് വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് പല സ്ഥലത്തും കണ്ടിട്ടുള്ള സ്പ്ലിറ്റ് എ സി. ഇനി ഈ ഇൻഡോർ യൂണിറ്റ്, റൂമിനകത്തുള്ള ഇൻഡോർ യൂണിറ്റും റൂമിന് പുറത്തുള്ള ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ലൈൻ വഴിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഫ്ലോ ചെയ്യാൻ വേണ്ടി പൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ ചെറിയ പൈപ്പ് വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ഹോള് മാത്രം നമുക്ക് റൂമിൻ്റെ
ഭിത്തിയിൽ ഇട്ടാൽ മതിയാവും. മറിച്ച് റൂം എയർ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ട വിൻഡോ എ സിയിലാകുമ്പോൾ ഒരു വലിയ പോർഷൻ തന്നെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു വലിയ ബോക്സ് ഫിറ്റ് ചെയ്യാൻ പറ്റൂ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇൻഡോർ യൂണിറ്റ് എന്ന് പറയുന്നത് റൂമിനകത്ത് തന്നെയാണ്, ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറയുന്നത് റൂമിന് പുറത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാബിനാണുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ലൈൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ, അതിൻ്റെ ഒരു സ്കീമാറ്റിക്കാണ് ഈ കാണുന്നത്. റൂമിനകത്താണ് നമ്മൾ ഇവാപ്പറേറ്റർ കോയിലും ബ്ലോവറൊക്കെ വരുന്നത്. റൂമിന് പുറത്തായിട്ട് സെപ്പറേറ്റ് ഒരു ക്യാബിനാണ് കണ്ടൻസറും കണ്ടൻസറിൻ്റെ ഫാനും കംപ്രസറും എല്ലാം വരിക. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത് ഔട്ട്ഡോർ യൂണിറ്റ്, ഇത് ഇൻഡോർ യൂണിറ്റ്. അപ്പോൾ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ലൈൻ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഹോള് മാത്രം നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും ഭിത്തിയിൽ. കാണുന്നതാണ് ഔട്ട്ഡോർ യൂണിറ്റ്, ഇൻഡോർ യൂണിറ്റ്. ഔട്ട്ഡോർ യൂണിറ്റിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഫാൻ ഉണ്ടാകും, ഇവിടെ ഫാൻ കാണാം. ഇൻഡോർ യൂണിറ്റിൽ ബ്ലോവർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഔട്ട്ഡോർ യൂണിറ്റ് ആൻഡ് ഇൻഡോർ യൂണിറ്റ് അത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന പൈപ്പ് വഴിയാണെന്ന് പറഞ്ഞു. ഇൻഡോർ യൂണിറ്റിനകത്ത് ഇവാപ്പറേറ്റർ കോയിലുണ്ട്, ബ്ലോവറുണ്ട്, ക്യാപ്പിലറി ട്യൂബുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കൺട്രോൾ പാനലുണ്ടാകും, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എയർ ഫിൽറ്റർ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല ഗ്രിൽസ് ഉണ്ടാകും. ആ ഗ്രില്ല് വഴിയാണ് സപ്ലൈ എയർ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ എയറിൻ്റെ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിൽ വേണം എന്നുള്ള കാര്യങ്ങൾ അപ്പ് ആൻഡ് ഡൗണോ അല്ലെങ്കിൽ സൈഡ് വേസോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഗ്രില്ല് ഉപയോഗിച്ചുകൊണ്ട്. ദെൻ ഔട്ട്ഡോറിൽ കംപ്രസർ ഉണ്ടാകും, കണ്ടൻസർ ഉണ്ടാകും, ആ കണ്ടൻസറിന് വേണ്ടിയുള്ള ഫാൻ ഉണ്ടാകും. ദെൻ ഈ കാണുന്നതാണ് ഇൻഡോർ യൂണിറ്റ്. അതിൽ ഇവാപ്പറേറ്റർ കോയിലാണ് ഈ കാണുന്നത്. ദെൻ ബ്ലോവറാണ് ഇതാണ് കൺട്രോൾ പാനൽ. ദെൻ ഇൻഡോർ യൂണിറ്റിലെ ബ്ലോവറാണ് ഇത്, അതുപോലെ തന്നെ എയർ ഫിൽറ്ററാണ്. ദെൻ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടൻസറും അതുപോലെ തന്നെ കണ്ടൻസറിൻ്റെ ഫാനും കംപ്രസറും എല്ലാം സെപ്പറേറ്റ് ബോക്സിൽ ഔട്ട് സൈഡിൽ ഫിറ്റ് ചെയ്യുന്നു. ദെൻ ഔട്ട് സൈഡും ഇൻസൈഡും നമ്മൾ ചെറിയ ലൈൻ വഴി കണക്ട് ചെയ്യുന്നു. ഇതാണ് ഔട്ട് സൈഡ് കണ്ടൻസറിന് വേണ്ടിയുള്ള ഫാൻ, ഇതാണ് കംപ്രസർ, ഇത് കണ്ടൻസർ. The refrigerant circulated inside the evaporator to the outside unit and then back to the indoor unit. അപ്പോൾ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ കണക്ഷൻ വേണം, കാരണം റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ഒരു പൈപ്പിംഗ് സിസ്റ്റം ഉണ്ടാകും. The blower pulls or pushes air around the outer surface of the evaporator coil inside the indoor unit, taking warm air from the room and injecting cooled air in the room. അപ്പോൾ സമ്മർ സീസണിൻ്റെ കേസാണെങ്കിൽ റൂമിനകത്തുള്ള വാം എയറിനെ എടുക്കുന്നു, ദെൻ അതിനെ കണ്ടീഷൻ ചെയ്യുന്നു, റൂമിലേക്ക് കോൾഡ് എയർ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് സ്പ്ലിറ്റ് എ സി. അതോടെ തന്നെ റെഫ്രിജറൻറ്റ് ഗോയിങ് ത്രൂ ദിസ് ഔട്ട്ഡോർ കോയിൽ ലൂസസ് ഇറ്റ്സ് ഹീറ്റ് ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ കണ്ടൻസറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന റെഫ്രിജറൻറ്റ് അതിന് കണ്ടൻസേഷൻ വേണം. അപ്പോൾ അതിനുവേണ്ടി ഫാൻ ഉപയോഗിച്ചുകൊണ്ട് അറ്റ്മോസ്ഫിയറിലെ എയറിനെ ഫ്ലോ ചെയ്യുന്നു. ഫോഴ്സ്ഡ് സർക്കുലേഷൻ മൂലം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ഇനി നെക്സ്റ്റ് സിസ്റ്റമാണ് പാക്ക്ഡ് യൂണിറ്റ് വിത്ത് എ റിമോട്ട് കണ്ടൻസിങ് യൂണിറ്റ്. ആ പേര് പോലെ തന്നെയുണ്ട്. ഇവിടെ കണ്ടൻസിങ് യൂണിറ്റ്, അതായത് കണ്ടൻസർ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിമോട്ടായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ പാക്കിലായിട്ട് ഇരിക്കുന്നു. ഈ കാണുന്ന പോലെ ഇതാണ് കൂളിംഗ് കോയിൽ. ദെൻ ആ കൂളിംഗ് കോയിൽ നമ്മൾ അകത്ത് വയ്ക്കുന്നു. ദെൻ എയർ ഫിൽറ്ററിൽ കൂടെ കടന്നു കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു പോകുന്നു, കണ്ടീഷൻ ചെയ്യുന്നു. അതിനുശേഷം ഫാൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടീഷൻ ഫേസിലേക്ക് നമ്മൾ ആ കോൾഡ് എയറിനെ സപ്ലൈ ചെയ്യുന്നു. ഇനി റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യാൻ വേണ്ടി ലൈനുണ്ട്. ഇവിടെ കണ്ടൻസറിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു റിമോട്ട് എന്ന് പറഞ്ഞാൽ കണ്ടൻസറും അതുപോലെ തന്നെ ഇവാപ്പറേറ്ററും തമ്മിൽ അടുത്തടുത്തല്ല, കണ്ടൻസർ റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുള്ള രീതിയാണ് ഈ ഒരു സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടൻസറിനെ റിമോട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു റിമോട്ട് പ്ലേസിലേക്ക് മാറ്റി വെക്കുന്നത്. ദ റിമോട്ട് കണ്ടൻസിങ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കംപ്രസർ ആൻഡ് എ കണ്ടൻസർ while the indoor unit consists of the evaporator. Then അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡോർ യൂണിറ്റും ഉണ്ട്, ഇവിടെ ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഇൻഡോർ യൂണിറ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇവാപ്പറേറ്റർ കോയിൽ, എയർ ഫിൽറ്റർ, ബ്ലോവർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഔട്ട്ഡോർ യൂണിറ്റിൽ വരുന്നത് കണ്ടൻസറും കംപ്രസറുമാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അതിൻ്റെ കപ്പാസിറ്റി 5 TR മുതൽ 100 TR വരെയാണ്. ഇനി
The condenser used in these systems could be either air cooled or water cooled. ഇപ്പോൾ കണ്ടൻസർ ഇവിടെ നമ്മൾ കപ്പാസിറ്റി കുറവാണെങ്കിൽ എയർ കൂൾഡ്, കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ വാട്ടർ കൂൾഡ് യൂസ് ചെയ്യും. എനിവേ കണ്ടൻസർ നമ്മളൊരു റിമോട്ട് പ്ലേസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. This type of system can be used for providing air conditioning in a large room, or it can used for cooling of several small rooms with suitable supply and return decks. അതായത് ഈ കേസ് എന്ന് പറയുമ്പം നമ്മൾ ഏകദേശം ഒരു സെൻട്രലൈസ്ഡ് എ സിയുടെ ഒരു ചെറിയ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. അതായത് കണ്ടൻസറിനെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിൽ വെച്ചു. ദെൻ നമ്മൾ എയർ കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇവാപ്പറേറ്റ് അടങ്ങുന്ന പ്രൊവിഷൻ മറ്റൊരു സ്ഥലത്ത് ഇൻഡോർ യൂണിറ്റ് എന്ന രീതിയിൽ റൂമിനകത്ത് വെക്കാം, അല്ലെങ്കിൽ റൂമിന് പുറത്തൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചുകൊണ്ട് എയറിനെ കൂൾ ചെയ്തിട്ട് ഡക്റ്റ് വഴി റൂമിലേക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റമാണ് പാക്കേജ് യൂണിറ്റ് വിത്ത് എ റിമോട്ട് കണ്ടൻസിങ് യൂണിറ്റ്. ഇതിനടുത്തതാണ് നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തായിരുന്നു വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റ്സ്. ഇപ്പോൾ വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ എയർ കണ്ടീഷനിങ് പായ്ക്കാണ്. നമ്മൾ റൂം എ സി അല്ലെങ്കിൽ വിൻഡോസ് എ സിയിലൊക്കെ കണ്ട പോലെ ഒരു എയർ കണ്ടീഷനിങ്ങിൻ്റെ അപ്പാരറ്റസ് എല്ലാം കൂടെ ചേർത്ത ഒരൊറ്റ യൂണിറ്റാണ് ഒരു വെർട്ടിക്കൽ യൂണിറ്റ് എന്ന് പറയാം. സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ് ഓഫ് ബിഗർ കപ്പാസിറ്റി ഓഫ് 5 TR to 20 TR. ദെൻ ഇതും റൂം എയർ കണ്ടീഷനിങ് തന്നെയാണ്, പക്ഷേ ഒരു കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയ റൂം എയർ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിൻഡോ എ സിയുടെ കുറച്ചും കൂടെ കൂടിയൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കംപ്രസറുണ്ട്, കണ്ടൻസറുണ്ട്, ഇവാപ്പറേറ്റർ കോയിലുണ്ട്, അതോടൊപ്പം തന്നെ ഫാനുണ്ട്. അപ്പോൾ എയർ ഇവാപ്പറേറ്റർ കോയിലൂടെ ഫ്ലോ ചെയ്യുന്നു, ദെൻ അത് കണ്ടീഷൻ ചെയ്യുന്നു, എന്നിട്ട് റൂമിലേക്ക് ഫാൻ ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവാപ്പറേറ്ററും കംപ്രസറും കണ്ടൻസറും അടങ്ങുന്ന ആ ഒരു ഫുൾ സിസ്റ്റം, ഫാൻ അടങ്ങുന്ന ഒരു ഫുൾ സിസ്റ്റം ഒരു വെർട്ടിക്കൽ യൂണിറ്റിൽ പാക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമുക്കിത് ഏതെങ്കിലും സ്പേസിൽ കൊണ്ട് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൽ കൊണ്ട് വെച്ചുകൊണ്ട് റൂമിനെ കൂളിയിപ്പിക്കാം. Like room air conditioner, the package unit also houses the air filtering, cooling, dehumidifying and air handling components and is factory assembled. അപ്പം റൂം എയർ കണ്ടീഷണറിൽ കണ്ട അതേ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അതേ ഒരു രീതിയിലാണ് ഈ പറയുന്ന വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റ്സിലും വരിക. അതായത് ഫുൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം എല്ലാം ഒരൊറ്റ ഒരു വെർട്ടിക്കൽ യൂണിറ്റിലുണ്ടാകും. The components for heating and humidifying process can also be included in the unit. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റവും അതിൻ്റെ ടൈപ്സും നോക്കാം. താങ്ക് യു.